പുറത്ത് മഴയാണെന്നുണ്ടെങ്കിൽ അകത്ത് ഇടിവെട്ടാണ് ടെർബോ എന്നൊക്കെയാണ് ഞാൻ പല ഇൻസ്റ്റാ പേജുകളിലൊക്കെ കണ്ടത്. അങ്ങനെ തന്നെയാണ് ടെർബോയ്ക്ക് പോയത്. സോ ഈ ഒരു എപ്പിസോഡ് ആക്ച്വലി ഈസ് ഓൾ അബൌട്ട് ദ മൂവി ടെർബോ. മമ്മൂക്കയുടെ ടെർബോയെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പോയാലോ? അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരോടും പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. ആൻഡ് വീഡിയോസ് ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തിട്ട് അതിനും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോലെ. യെസ്, അപ്പോൾ വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ് ആൻഡ് ദിസ് ഇസ് ആൻഡപ്പൻ. അപ്പോൾ ഏകദേശം 10-12 ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. ഇപ്പോൾ നിലവിൽ പനിയും പിടിച്ചിരിക്കുകയാണ്. സോ ഒരു ചെറിയ ശബ്ദത്തിലൊക്കെ ഒരു പ്രശ്നമുണ്ട്. സഹിക്കുക, ക്ഷമിക്കുക, പൊറുക്കുക എന്നൊക്കെ പറയണു. ആൻഡ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹ്യൂമണാണ് എൻ്റെ മുത്തശ്ശി. ആൻഡ് പുള്ളിക്കാരി മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്കായിരുന്നു. സോ ബാക്ക് ടു ആക്ഷൻ. എനിവേസ്, അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ടെർബോ മൂവിയെ പറ്റിയിട്ടാണ് കേട്ടോ. ടെർബോ മൂവിയെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ബാക്കിയുള്ളിടത്തൊക്കെ അത്യാവശ്യം നല്ല തള്ളു കേട്ട് തന്നെയാണ് ഞാൻ പോയത്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്ത് പറയേണ്ട അതിൻ്റെ കാസ്റ്റാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ഉണ്ട്, അഞ്ജന ജയപ്രകാശ് ഉണ്ട്, രാജ്ബി ഷെട്ടി ഉണ്ട്, അതുപോലെ തന്നെ ബിന്ദു പണിക്കർ ഉണ്ട്. പിന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫേവറേറ്റ് ആണ്, പുള്ളി സ്ക്രീനിൽ വരുമ്പോൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സുനിൽ. പുള്ളി ഓട്ടോ ബില്ലയായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഗോഡ് ഫാദറിൻ്റെ ഒരു ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് മൂവി ഗോഡ് ഫാദറിൻ്റെ ആ ഒരു അറ്റയർ പോലെയൊക്കെ ആയിട്ട് ബ്ലാക്ക് പൂച്ചയൊക്കെ ആയിട്ടാണ് അങ്ങനെ നൈസായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് മാത്രമല്ല, ഒരുപാടുണ്ട്. പിന്നെ നമ്മുടെ ഹിന്ദിക്കാരൻ മറ്റേ പുള്ളിക്കാരനില്ലേ, കബീർ ദുഹാൻ സിംഗ്, പുള്ളിയുണ്ട്. പുള്ളി അത്യാവശ്യം നല്ല ലുക്കിലൊക്കെയാണ് കേട്ടോ. ഞാനപ്പോൾ പുള്ളിയെ കുറച്ചും കൂടെ ഒക്കെ യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ല. ബേസിക്കലി ഈ പടത്തെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, മമ്മൂട്ടിയുടെ ഒരു അഴിഞ്ഞാട്ട ഇടിപ്പടമാണ്. ഇതിലങ്ങനെ കഥ ഒന്നും ചോദിക്കരുത്. വലിയ മാത്രമുള്ള കഥയോ കാര്യങ്ങളൊന്നുമില്ല. ഒരു തമിഴ് പടമൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുള്ള തമിഴ് തെലുങ്ക് പടങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഒരു വലിയ സോഷ്യൽ കോസ് ഉണ്ടാവും. ആ സോഷ്യൽ കോസിന് അഗൻസ്റ്റായിട്ട് പോകുന്ന നായകൻ, പിന്നീടുണ്ടാകുന്ന കുറേ സംഭവങ്ങൾ, ആ ഒരു ത്രെഡ് തന്നെയാണ് ഈ പടത്തിനുള്ളത്. ഒരു വലിയ സംഭവം, അതിന് അഗൻസ്റ്റായിട്ട് പുള്ളി നിൽക്കുന്നു. ടെർബോ ജോസ് എന്ന് പറയുന്ന മമ്മൂക്ക നിൽക്കുന്നു. മമ്മൂട്ടിയാണെങ്കിൽ 10-50 പേരെങ്കിലും മിനിമം ഇടിച്ച് താഴെയിടുന്ന മനുഷ്യൻ. സോ അങ്ങനെ പോണ ഒരു സാധനമാണ്. പക്ഷെ ഇതിൽ എടുത്ത് പറയേണ്ടത്, ഇതിൻ്റെ ഓരോ സ്ക്രീനും എൻ്റെ പൊന്നെ ഇംഗ്ലീഷ് പടത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നു. DOP എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സ്റ്റണ്ടും ആൻഡ് എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ഇതിൻ്റെ എഡിറ്റും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല സ്ഥലത്തും നമ്മുടെ മലയാള സിനിമ ഭയങ്കര അടിപൊളിയായെന്ന് തോന്നി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനൊരു കഥയോ അങ്ങനെ ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള ബാക്കി സംഭവങ്ങളൊന്നുമില്ല. ഇത് മൊത്തത്തിലൊരു അടിപ്പടമാണ്. പക്ഷെ ഈ പ്രായത്തിൽ മമ്മൂക്ക് ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്കതൊരു അത്ഭുതം തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള നടന്മാർ, ഇപ്പോഴത്തെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള നടന്മാർ പോലും ഇത്രയും ഫൈറ്റൊക്കെ ചെയ്യുമോ എനിക്കറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷെ എന്തായാലും അത്രയും വർക്ക് മമ്മൂക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ശബരീഷിനെ പറ്റിയിട്ടാണ്. പുള്ളി ഇപ്പോൾ ഒരു നല്ല റോള് ചെയ്തു കുറച്ച് നാളിന് ശേഷം എന്നുള്ളതുപോലെ എനിക്ക് തോന്നി. പുള്ളി അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ്, സിംഗറാണ്, എൻ്റെ ഒരു ഫേവറേറ്റ് ആളാണ്. പക്ഷേ പടത്ര അങ്ങോട്ട് ഈ പറയുന്ന തള്ളുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ വന്നത്. ഞാനൊരു മമ്മൂക്ക ഫാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് സന്തോഷം വന്നു. പക്ഷേ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർക്കൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. കാരണം ഇതിനൊരു വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെപ്തൊന്നുമില്ല. പിന്നെ ഒരു അട്ടിപ്പടം. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കണ്ടൊരു പടം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. ഇൻ കേസ് നിങ്ങൾ ഈ വീക്കെൻഡൊക്കെ തിയേറ്ററിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, തലവനുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ ആക്ച്വലി നല്ലൊരു ഫൺ എൻ്റർടൈനറാണ്. ഭയങ്കര രസമാണ്. അതിൻ്റെ കാസ്റ്റും നമുക്കറിയാവുന്ന പോലെ തന്നെ പൃഥ്വിരാജും അതുപോലെ തന്നെ ബേസിലിൻ്റെ ഒരു കോംബോ ആണ് ആക്ച്വലി പടം പോകുന്നത്. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സിനിമയെ ഫണ്ണായിട്ട് ഈ 2-2.5 മണിക്കൂർ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ചിരിക്കാനും സന്തോഷിക്കാനുമാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പോയി ആസ്വദിക്കാൻ പറ്റിയൊരു മൂവിയാണ്. പക്ഷെ അതിനകത്തൊരു പാട്ടുണ്ട് കേട്ടോ, K4 കല്യാണമാണ് തോന്നുന്നു, എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. കല്യാണത്തിൻ്റെ ഒരു സോങ്. ഞാൻ എന്നിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചോദിച്ച്, എടാ ഇത് ശരിക്കും ഈ പടത്തിൽ അറിയാതെ ചെയ്താണോ, അത് എഡിറ്റിന് പറ്റിപ്പോയ മിസ്റ്റേക്ക് ആണോ എന്നൊക്കെ ചോദിച്ചു. കാരണം ഇത് കട്ട് ചെയ്ത് കളയേണ്ടതായിരുന്നല്ലോ, എന്തിന് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇട്ടെന്നൊക്കെ ചോദിച്ചു. അത്രയും ബോറായിരുന്നു ആ സോങ്. കേൾക്കാനും അതെ, അതിൻ്റെ വിഷ്വൽസും ആണെങ്കിലും. പക്ഷെ അതിൽ K4 കൃഷ്ണ എന്ന് പറയുന്ന സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസം ഉണ്ടായിരുന്നു.
ഒരു 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 അജു വർഗീസാണ് ആ സോങ് പാടിയിരിക്കുന്നത് തുടക്കമൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടിപ്പടമാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ടർബോ പൊക്കോളൂ. ഇനി മാസ് ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് പടമാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂരമ്പലം നടക്കി പോകാം. ഇനി അതല്ല, നിങ്ങൾക്ക് സ്റ്റോറിയും വേണം, മാസും വേണം, ആക്ഷനും വേണം, ഡയലോഗും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലവന് പൊക്കോളൂ എന്നുള്ളതാണ് എൻ്റെ സജഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക.